ഓപ്ഷൻ ട്രേഡർ ആണോ? എന്നാൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള 5 കാര്യങ്ങൾ. നമ്പർ 1, ട്രേഡ് ദ മാർക്കറ്റ്, നോട്ട് യുവർ ഇമോഷൻസ്. മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും പ്രൈസ് ആക്ഷൻ ബേസ്ഡും അതേപോലെ ലോജിക്കും അനുസരിച്ചായിരിക്കും ട്രേഡ് ചെയ്യേണ്ടത്. ഒരിക്കലും ഇമോഷൻസ് നോക്കി ട്രേഡ് ചെയ്യരുത്. മാർക്കറ്റ് മണ്ടക്കോട്ട് പോകും താഴോട്ട് പോകും എന്നാലോചിച്ച് ഒരിക്കലും ട്രേഡ് ചെയ്യാനായിട്ട് പോകരുത്. എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് പ്രൈസ് ആക്ഷൻ ആൻഡ് ലോജിക് ബേസ് ആയിരിക്കണം നമ്മുടെ ട്രേഡ് ഉണ്ടാകേണ്ടത്. നമ്പർ 2, എല്ലാ ക്യാൻഡിൽസും സ്കാൽപ്പ് ചെയ്യാൻ പോകുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുന്നതാണ്. പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പേഷ്യൻസ് വേണം. പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുന്ന ആളുടെ കയ്യിൽ ഉറപ്പായിട്ടും പൈസ വരുന്നതുമാണ്. നമ്പർ 3, ഓപ്ഷൻ ക്രിറ്റിക്സിനെ കുറിച്ച് പഠിക്കുക. ഓപ്ഷൻ ക്രിറ്റിക്സിനെ കുറിച്ച് അറിയാതെ ഒരിക്കലും ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഫീൽഡിലോട്ട് നിങ്ങൾ വരികയും ചെയ്യരുത്. കാരണം സ്റ്റോക്സ് പെർഫോം ചെയ്യുന്നത് പോലെ അല്ല നമ്മുടെ ഓപ്ഷൻസ് പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രൈക്ക് പ്രൈസ് കൃത്യമായിട്ട് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ക്രിറ്റിക്സിനെ കുറിച്ചുള്ള ചെറിയ നോളജ് ഉണ്ടായിരിക്കണം. നമ്പർ 4, കീപ് എസ് എൽ, റെസ്പെക്ട് എസ് എൽ. സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക. അതേപോലെ തന്നെ ആ സ്റ്റോപ്പ് ലോസിനെ റെസ്പെക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കുക. നിങ്ങൾ ഒരു ദിവസം എത്ര ട്രേഡാണ് എടുക്കാൻ വേണ്ടി പോകുന്നുള്ളത് നേരത്തെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. ആ കാൽക്കുലേറ്റ് ചെയ്തതിനനുസരിച്ച് എത്ര രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് നിങ്ങൾ വെക്കാൻ വേണ്ടി പോകുന്നുള്ളത് നേരത്തെ തന്നെ തീരുമാനിക്കുക. ഒരിക്കലും റാൻഡം ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ട് നോക്കരുത്. നമ്പർ 5, ഒറ്റ പെർഫെക്റ്റ് സെറ്റപ്പ് 10 മീഡിയോക്കർ സെറ്റപ്പിനെക്കാട്ടിലും ഏറ്റവും നല്ലതായിരിക്കും. നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് സിംഗിൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ട്രേഡ് ചെയ്യുമ്പോൾ A+ സെറ്റപ്പിനകത്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബ്രേക്ക്ഔട്ട്സിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ബ്രേക്ക്ഔട്ട് ട്രേഡിങ്ങിനെ കുറിച്ചുള്ള എന്റെ സ്ട്രാറ്റജി നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബ്രേക്ക്ഔട്ട്, ഞാൻ നിങ്ങൾക്ക് എന്റെ സ്ട്രാറ്റജിയുടെ PDF അയച്ചു തരുന്നതാണ്.